പി എസ് മാഷെ, ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏകദേശം വന്നു കഴിഞ്ഞു. അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇന്ത്യയിൽ ഈ അഴിമതി എന്ന് പറയുന്ന ദുർഭൂതത്തിനെതിരെ ചൂലുയർത്തി വന്ന ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. 2013 അത് ഡൽഹിയിൽ വലിയൊരു തിരയുണ്ടാക്കി. ഇന്ത്യ ആകമാനം അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അവർ അവിടെ അധികാരത്തിൽ വന്നു. ദീർഘമായ 15 വർഷത്തെ കോൺഗ്രസ് ഭരണം എന്നേക്കും അവസാനിപ്പിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭ രൂപീകരിക്കുന്ന തരത്തിൽ ഒമ്പിച്ച ഭൂരിപക്ഷം ഡൽഹിയിലെ ജനങ്ങൾ നൽകി. അദ്ദേഹത്തെ വിശ്വസിച്ചു. കാരണം അദ്ദേഹം വന്നത് അണ്ണാ ഹസാരെയുടെ സ്റ്റേജിൽ നിന്നാണ്. അണ്ണാ ഹസാരെ ഉന്നത തലങ്ങളിലിരിക്കുന്നവരുടെ അഴിമതി അവസാനിപ്പിക്കുവാനുള്ള ലോക്പാൽ നിയമം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു പ്രഗതി മൈതാനിയിൽ സ്റ്റേജ് കെട്ടി സമരം നടത്തിയത്, സത്യാഗ്രഹം നടത്തി. ആ സത്യാഗ്രഹ വേദിയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ. അതുവരെയും അദ്ദേഹം ഈ വിവരാവകാശ നിയമം ഉപയോഗിച്ച് ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരു റിട്ടയർഡ് സിവിൽ സർവൻ്റായിരുന്നു. അപ്പം സ്വമേധയാ റിട്ടയർ ചെയ്ത ഒരു സിവിൽ സർവൻ്റായിരുന്നു അദ്ദേഹം. അഴിമതിയെ ചോദ്യം ചെയ്ത് ചൂലെടുത്ത് സാധാരണക്കാരൻ്റെ പാർട്ടി ഉണ്ടാക്കി വന്നപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത, ഒരുപക്ഷെ ഒരു കാലത്തെ കേരളത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കണ്ട ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിലൂടെ സാധ്യമാകുമോ എന്ന് പോലും കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ കരുതിയിരുന്നു. ആ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ തന്നെ 12 വർഷത്തിന് ശേഷം, ഒരു വ്യാഴവട്ടത്തിന് ശേഷം ചൂലെടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിനെപ്പറ്റി മാഷിൻ്റെ ഒരു പ്രതികരണം? അല്ല, ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ജനസമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനൊരു പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടുണ്ടാകും. അതുപോലെ തന്നെ അതിന് ഒരു പ്രത്യേക മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടാകും. അണ്ണാ ഹസാരെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഉന്നതരായ ആളുകൾ അഴിമതിക്കാരാണ്, അവരുടെ അഴിമതിക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണം എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മൈതാനത്തിരുന്ന് ആ മൈതാനത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തുകയാണ്. അവരെല്ലാം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിനൊപ്പം നിന്നു. അണ്ണാ ഹസാരെയുടെ സമരം എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ സമരമായി തീർന്നു. അതായത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് അഴിമതി എന്ന് പറയുന്നത് അടിമുതൽ മുടി വരെ ഇങ്ങനെ കാർന്ന് തിന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. കാരണം ജനാധിപത്യത്തിൽ വളരെ കൂടുതൽ അഴിമതിക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ആ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മേഖലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അത് പറയുകയാണ്, ഞങ്ങൾ അഴിമതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. 1. 2, നമ്മളുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അധികാര ഗർഭിഷ്ഠതയിലെ മുങ്ങി ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി 50 കാറുകളുടെ അകമ്പടി അല്ലെങ്കിൽ 50 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് അതെന്ത് ആണ് ചോദിച്ചാൽ അതാണ് അധികാര ഗർവം എന്ന് പറയുന്നത്. ആ ധാർഷ്ട്യം ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രാജാക്കന്മാരുടെ കാലത്ത് പോലും അത് ആളുകൾ അംഗീകരിച്ചിരുന്നില്ല. ഉള്ളിൽ പുറത്ത് പറയാൻ അവർക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ അവർ പുറത്ത് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം. മിക്കവാറും തപ്പി നോക്കിയാൽ തലയുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാർക്ക് പോലും, ബുദ്ധിയുള്ള എല്ലാ രാജാക്കന്മാർക്കും വിനയം കൂടുതലായിരുന്നു. അത് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാവുന്ന തിരുവിതാംകൂർ രാജാവിനെ പോലെ വിനയം തിരുവിതാംകൂറിലൊരു പ്രജയ്ക്ക് പോലും ഇല്ല. അല്ല, അതിൻ്റെ 2 വശങ്ങളാണ് അധികാരത്തിൻ്റെ. ഒന്ന് എന്ന് പറഞ്ഞാൽ വളരെ വിനയമുള്ളവരും എല്ലാ ആളുകളെയും പരിഗണിക്കുന്നവരും എല്ലാം ഇൻക്ലൂസീവായി നിൽക്കുന്നവരുമായ ഭരണാധികാരി. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞതുപോലെ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നതായിട്ടുള്ള അധികാര ഗർഭിഷ്ഠ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ആ തരത്തിലെ അധികാര ഗർഭിഷ്ഠതയിൽ ആയണ്ട് മുങ്ങിയ സമയത്ത്, അഴിമതി സാർവത്രികമായ സമയത്ത് അതിനെതിരെ ചൂലെടുത്തുകൊണ്ടാണ് അണ്ണാ ഹസാരെ വരുന്നത്. ആ അണ്ണാ ഹസാരയുടെ ശിഷ്യൻ എന്ന നിലക്കാണ് അരവിന്ദ് കെജ്രിവാൾ വരികയും പിന്നീട് അദ്ദേഹം അണ്ണാ ഹസാരെ വെറുതെ ഒരു പ്രതിഷേധ ശബ്ദം മാത്രമാണ്, ശരിയുടെ ശബ്ദം മാത്രമാണ്. പക്ഷേ അതിനെ എങ്ങനെ അധികാരത്തിലേക്ക് കൺവെർട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തതാണ്
അതിന് വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തന സംവിധാനമാണ് ഉണ്ടാക്കിയിരുന്നത്. ഓരോ പൗരൻ്റെ അടുത്തും പോയി, ഓരോ വോട്ടറുടെ അടുത്തും പോയി അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുമായിട്ട് ഡോർ ടു ഡോർ റിലേഷൻ അവർക്കുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. ആ അധികാരം കുറേ നാളുകൾ അവർക്ക് കൃത്യമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ അവർക്കിപ്പോഴും അതിന് പറ്റുമായിരുന്നു. അവർ ഇന്ത്യ പിടിക്കാൻ ശ്രമിച്ചിരുന്നില്ല എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ ഇടപെടാം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ എന്താണ്, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ആളുകളുടെയും പ്രത്യാശയായി മാറിയെന്ന് പറഞ്ഞല്ലോ. അത് നിലനിർത്താൻ പറ്റും. അവരത് ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അധികാരം എന്ന് പറയുന്നത് മനുഷ്യനെ മത്ത് പിടിപ്പിക്കും. അങ്ങനെ മത്ത് പിടിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലളിത ജീവിത രീതികൾ മാറി. അയാളുടെ സ്വഭാവത്തിൽ അത് കറക്റ്റാണ്. ആ പോയിന്റ്, അയാളുടെ ലളിത ജീവിത രീതിയിൽ അയാൾക്ക് മാറ്റം വന്നതാണോ, ഇയാൾ ആത്യന്തികമായും ഇതാണോ അയാളുടെ സ്വഭാവം? അയാളൊരു ഹിപ്പോക്രസി അല്ലേ? അയാളൊരു ഹിപ്പോക്രാറ്റാണോ? അല്ല, മനുഷ്യനാണ്. മനുഷ്യർ ഹിപ്പോക്രാറ്റുകളാണ് ബഹുഭൂരിപക്ഷം. മനുഷ്യർക്കകത്ത് തത്വചിന്താപരമായ അർത്ഥത്തിൽ കാരണം എപ്പോഴും മനുഷ്യരിലെ ഒരു ഇരട്ട വ്യക്തിത്വം ഉണ്ടാവും. ചിലവരിൽ അതിനേക്കാൾ കൂടുതലുണ്ടാവും. ഇരട്ട വ്യക്തിത്വത്തിന് പ്രൊമിനൻസ് കിട്ടുന്നു എന്നാണ് പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അന്നാ ഹസാരയുടെ കാഴ്ചപ്പാടായിരുന്നു. അത് പോയി അധികാരത്തിലെത്തി. അധികാരത്തിലിരിക്കുന്ന സമയത്തും എങ്ങനെ ലളിതമായി ജീവിക്കാം, ആ ഒരു പാഠം അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അതിന് പകരമായിട്ട് അധികാരത്തിൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ആഡംബരങ്ങളെയും കെട്ടിപ്പിണരുന്ന ഒരാളായി അദ്ദേഹം മാറി. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം താമസിക്കുന്നതായിട്ടുള്ള ഔദ്യോഗിക മോടി പിടിപ്പിച്ച്. അങ്ങനെ മോടി പിടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരുന്നു നമ്മളാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അണ്ണാ ഹസാരെ തുടക്കത്തിൽ തന്നെ ഇയാളെ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. ഇദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് അണ്ണാ ഹസാരയുടെ നിലപാടിനെതിരായിരുന്നു. അദ്ദേഹം വിലക്കിയിരുന്നു. രാഷ്ട്രീയ വേദിയല്ല ഇത്. നമുക്ക് ഓർമ്മയുണ്ട്, LK അദ്വാനിയെ ആ സ്റ്റേജിൽ നിന്ന് അണ്ണാ ഹസാരെ ഇറക്കി വിട്ടു. ഇത് രാഷ്ട്രീയ പ്രവർത്തന വേദിയാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇയാളൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അണ്ണാ ഹസാരെ ഇയാളെ സൂക്ഷിക്കണം, ഇവൻ അപകടകാരിയാണ് അന്നേ പറഞ്ഞതാണ്. അല്ല, അത് ശരിയാണ്. കാരണം വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ അധികാരം പിടിക്കലൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദർശാത്മകമായിട്ടുള്ള ജീവിതക്രമം എന്ന് പറയുന്നത് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. രണ്ടും കൂടി ലോകത്ത് കാഴ്ചവെച്ചിട്ടുള്ള ആളുകൾ വളരെ വളരെ അപൂർവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, അണ്ണാ ഹസാരെ ഒരു പേട്രിയട്ടായിരുന്നു. അയാൾ ഒരു എക്സ് സർവീസ് മാനായിരുന്നു, റിട്ടയർഡ് ആർമി മാനായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് പേട്രിയോട്ടിസം, ദേശസ്നേഹം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തെ ദേശത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അഴിമതി മാറ്റേണ്ട ഒരു ദേശമായി തൻ്റെ രാജ്യത്തെ അദ്ദേഹം കരുതിയത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ചേതോവികാരം. വേറെ ദിസ് പേഴ്സൺ, ഈ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അധികാരം നിലനിർത്തുവാനും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വിദേശ ശക്തികളുമായിട്ട് പോലും ചങ്ങാത്തം കൂടുകയും അവരുടെ ആനുകൂല്യം പറ്റി അദ്ദേഹം സ്വന്തം പാർട്ടിയെ വളർത്തി ഒരു ദേശവിരുദ്ധ പ്രവർത്തനത്തിനും വേണമെങ്കിൽ എടുത്തു ചാടാം എന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. അല്ല, ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഞാനും കണക്കാക്കുന്നത്. ഞാനിത് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇത് ഇയാളുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മാറ്റങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അതിന് പ്രതിരോധം തീർത്ത് നിന്നാൽ മാത്രമാണ് ഈ രാഷ്ട്രീയ നേതാവിന് അയാൾ നടന്നു വന്ന വഴിയിലൂടെ തന്നെ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് കഴിയും. കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റുകാരും ഒറ്റമുണ്ട് മാത്രമെടുത്ത് ജീവിച്ചിരുന്നവരാണ്, നഗ്നപാതരായി നടന്നവരാണ്. അവരാണ് പാർട്ടിയുടെ അംബാസഡേഴ്സായിരുന്നു, അവരാണ് പാർട്ടി കെട്ടിപ്പെട്ടത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് വന്ന ആളുകൾ അധികാരത്തിലേക്കാണ് നേരെ നടന്നു കയറിയത്. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളായി മാറുകയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായി എല്ലാ തരത്തിലും മനുഷ്യന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറുകയും അങ്ങനെ അവർ വീക്ഷിക്കുകയാണ്, ആളുകൾ വീക്ഷിക്കുകയാണ് ചെയ്യും. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥിതി അതാണ്. അയാളിങ്ങനെ കടന്നു വന്നു, അതിനുശേഷം അധികാരത്തിൻ്റെ എല്ലാവിധമായിട്ട് സ്വഭാവ സവിശേഷതകളും കാണിക്കാനായിട്ട് തുടങ്ങി.
അങ്ങനെയാണ് മദ്യനയത്തിൽ വന്ന് വലിയൊരു അഴിമതിയിൽ അയാൾ ചെന്നപ്പെട്ടു. അയാൾ ജയിലിൽ കിടന്നു, ദീർഘകാലം തിഹാർ ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തു വന്നു. കോടതി നൽകിയ ഉപാധിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നു. അപ്പോൾ അയാൾ അനുസരണയുള്ള തൻ്റെ ഒരു ആശ്രിതയെ പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്താക്കി. അതെ. അപ്പോൾ അതിലൊക്കെ അയാളിൽ നിന്ന് നമ്മൾ കണ്ടത് എന്താണ്? ഇയാൾ ഇത്ര വിചാരിക്കുന്ന പോലുള്ളൊരു ജനാധിപത്യവാദി ഒന്നുമല്ല. അല്ല, ഇയാൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഗുണവും അയാൾക്കില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു. അതെ, അയാളുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലായ്മ പ്രകടമായത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം. അതെ, ശരിയാണ്. ഗാന്ധി എന്ന് വളരെ കൃത്യമായിട്ട് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ പാലിച്ചിട്ടില്ല. ഒരു ഗാന്ധിയനും അത് പിന്തുടർന്നില്ല. അതെ, അതുകൊണ്ടാണ് ഗാന്ധിജി അനുഗാമിയില്ലാത്ത പതികനായി പോയത്. അതെ. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു കാപട്യമാണ്. അദ്ദേഹം നമ്പർ 1 ഹിപ്പോക്രറ്റാണ് എന്ന് അദ്ദേഹം ഒരു വ്യാഴവട്ടം കൊണ്ട് നമ്മളുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഈ റോയൽറ്റി ഈസ് ദ മാസ്റ്റർ, കിങ് ക്യാൻ ഡു നോ റോങ് എന്ന് വിചാരിക്കുന്നത് ഒരു ഏകാധിപതിയുടെ സ്വരമാണ്. ഇയാൾ ഈ തരത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായാൽ എൻ്റെ ആശ്രിതയാകട്ടെ എന്നൊക്കെ അതായത് ഞാൻ ബിഹൈൻഡ് ദ കർട്ടൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് ഡിഫാക്ടോ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ അത് ജനാധിപത്യം മരിക്കുകയാണ് അവിടെ. ജനാധിപത്യം എന്നൊക്കെ പറയുന്നതേ വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പറയാൻ കൊള്ളാം, ഭംഗിയുള്ള കാര്യമാണ്. പക്ഷേ ആപ്പ് എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വെച്ച മാതൃക അത് എപ്പോഴും നിലനിൽക്കുന്നൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നതും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു സമ്പൂർണമായ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അത്യപൂർവമാണ്. എല്ലാവരും ഇങ്ങനെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഉയർന്നു വരും, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവൻ ഏകാധിപതിയായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം. അതാണ് അത് അധികാരം ദൂഷിപ്പിക്കും, പരമാധികാരം പരമമായി ദൂഷിപ്പിക്കും എന്ന ആപ്തവാക്യത്തെ അല്ല, അത് ശരിയാണ്. പക്ഷേ ആപ്തവാക്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, നമുക്ക് ഈ ആപ്തവാക്യം നമ്മളെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ആപ്തവാക്യത്തിൽ നിന്ന് പഠിച്ച പാഠമായിട്ട് പുതിയ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ടതാണ്. ഇപ്പം ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഗൗരവമുള്ള ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പഞ്ചാബിലെ മുഖ്യമന്ത്രി. അതെ, നാളെ ഈ പഞ്ചാബിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമോ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഈ പഞ്ചാബിലെ മുഖ്യമന്ത്രിക്ക് അയാളിങ്ങനെ നോക്കുമല്ലോ, കേജ്രിവാളിലേക്ക് നോക്കും. അപ്പോൾ കേജ്രിവാളിന് സംഭവിച്ച എല്ലാ ദുരന്തങ്ങളും ഇപ്പോൾ അയാളും കാണുന്നുണ്ട്, ആളുകൾ തിരിച്ചറിഞ്ഞ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നാമല്ലോ, ഞാൻ എന്തിനാണ് ഇയാൾ പറയുന്നത് കേൾക്കേണ്ടി വരിക. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ അധികാര കേന്ദ്രം മറ്റ് പോളുകളിലേക്ക് പോകാം. അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. പഞ്ചാബ് മുഖ്യമന്ത്രി ചാണക്യ സൂത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ നേതാവ് മാറും, ആപ്പിൻ്റെ നേതാവ് മാറും. ചിലപ്പോൾ ആപ്പ് നിലനിന്നു വരാം, കെജ്രിവാൾ അതിനകത്ത് കാണും. ആപ്പ് നിലനിൽക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ മാതൃകയുണ്ട്. ആ മാതൃക നിലനിൽക്കാവുന്നതാണ്. പക്ഷേ ആ മാതൃകക്ക് പറ്റിയ ആളുകൾക്ക് മാത്രമേ അതിൻ്റെ നേതാവാകാൻ പറ്റൂ. എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് ആപ്പിൻ്റെ നേതാവിരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്ത് പറഞ്ഞിരുന്ന സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യം ഉയർത്തുക എന്ന പ്രശ്നം ഇന്ത്യയിൽ, പിന്നെ ആധുനിക ഇന്ത്യയിൽ അത് പ്രയോഗിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലാണ് നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പരാജയമാണ്. ഒരു ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിന് ഇണങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം സ്വീകരിച്ച ആൾ എന്ന നിലയിലാണ് ഈ ഇദ്ദേഹത്തെ നമ്മൾ തെക്കേ അറ്റത്തിരുന്ന് വീക്ഷിച്ചത്. പക്ഷേ അയാളിൽ തന്നെ അസ്തമിക്കുകയാണ്. അപ്പോൾ അയാൾ ഉയർത്തിയിരിക്കുന്ന സാധാരണക്കാരന് വേണ്ടിയുള്ള വാദങ്ങളൊക്കെ അത് തൻ്റെ വ്യക്തിപരമായ ചില ഗിമ്മിക്കുകളായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഇതാണ് ശരിയാണ്. അത് ചരിത്രം അങ്ങനെയായിരിക്കും. ഇനി കേജ്രിവാളിനെ വിലയിരുത്തും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.